ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശ്രീനാരായണപുരത്ത് കാന നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞു വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി മുഹമ്മദ് മൊഹാബുൽ ഇസ്ലാമാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ BJP കൌൺസിലർമാരുടെ പ്രതിഷേധം. നഗരത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കുടങ്ങളുമായി എത്തിയായിരുന്നു പ്രതിഷേധം. മണ്ണുത്തിയിൽ MDMAയുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. നെല്ലിക്കുന്ന് സ്വദേശി പ്രവീണാണ് പിടിയിലായത്. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ കാട്ടുപന്നിയിടിച്ച് പിക്കപ്പ് വാഹനം പാടശേഖരത്തിലേക്ക് മറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്കേറ്റു. ചാത്തന്നൂർ ഒഴുവത്ര പ്രമോദ് കുമാർ, ഭാര്യ പ്രവിത എന്നിവർക്കാണ് പരിക്കേറ്റത്. ചാലക്കുടി ചൌക്ക നായരങ്ങാടിയിൽ കരിങ്കൽ ക്വാറിയിൽ കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. അഞ്ചേരിയിൽ 35 താഴ്ചയുള്ള കിണറ്റിൽ വീണയാളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ലോക സമാധാനത്തിന് മേൽ അശാന്തി പരത്തി 4ാം നാളും യുദ്ധം തുടരുന്നു. കടലിടുക്ക് അടച്ച് ഇറാൻ. അമേരിക്കൻ എംബസിക്ക് നേരെയും ആക്രമണം. ഞാൻ റിയ. വാർത്തകൾ വിശദമായി. ശ്രീനാരായണപുരത്ത് കാന നിർമ്മാണത്തിനിടെ മതിൽ ഇടിഞ്ഞു വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. വലിയ വീട്ടിൽ രാജരാജേശ്വരി ക്ഷേത്ര പരിസരം മുള്ളൻ ബസാർ വെറ്റിനറി ഹോസ്പിറ്റൽ റോഡിലായിരുന്നു സംഭവം. വെസ്റ്റ് ബംഗാൾ സ്വദേശി 35 വയസ്സുള്ള മുഹമ്മദ് മൊഹാബുൽ ഇസ്ലാമാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ വെസ്റ്റ് ബംഗാൾ സ്വദേശി സൈഫുൽ മണ്ഡലിനെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി നവാസ് ചേരുകയാണ്. നവാസ്, വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. എപ്പോഴാണ് സംഭവിച്ചത്? അതുപോലെ തന്നെ ഗുരുതര പരിക്കേറ്റ ആളുടെ സ്ഥിതിയും എങ്ങനെയാണ്? ഇന്ന് ഉച്ചയ്ക്ക് 12:30 അപകടം. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ മുള്ളം ബസാറിലായിരുന്നു അപകടമുണ്ടായത്. MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കാനയ്ക്ക് വേണ്ടി കുഴിയെടുക്കുന്നതിനിടയിൽ സമീപത്തുള്ള വീടിന്റെ മുൻവശത്തെ മതിൽ അപ്പാടെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. മതിലിന്റെ പില്ലറിന് താഴെ കുടുങ്ങിയാണ് മൊഹാബുൽ ഇസ്ലാം മരണമടഞ്ഞത്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണമടഞ്ഞിരുന്നു. കൂടെ ഉണ്ടായിരുന്ന സൈഫുൽ മണ്ഡൽ അതീവ ഗുരുതരാവസ്ഥയിൽ കൊടുക്കുന്ന ARS ചികിത്സയിലാണ്. ശ്രീനാരായണപുരത്ത് നിന്ന് പടിഞ്ഞാറ് വശത്തുള്ള ഒരു തീരദേശ മേഖലയാണിത്. അതുകൊണ്ട് തന്നെ കാന നിർമ്മിക്കുന്നതിന് വേണ്ടി കുഴിയെടുത്ത ഉടനെ തന്നെ മതിലപ്പാടെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇത്രയും സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആശുപത്രിയിൽ കഴിയുന്ന സൈക്കിൾ മണ്ഡലത്തിന് സ്ഥിതി അതീവ ഗുരുതരമാണെന്നാണ് പോലീസ് പറയുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. റിയ, നന്ദി നവാസ് വിവരങ്ങൾ നൽകിയതിന്. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ BJP കൌൺസിലർമാരുടെ പ്രതിഷേധം. നഗരത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കുടങ്ങളുമായി എത്തിയായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ 78 ദിവസമായി നഗരത്തിൽ തുടരുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് BJP പാർലമെന്ററി പാർട്ടി ലീഡർ രഘുനാഥ് C. മേനോൻ ആവശ്യപ്പെട്ടു. തൃശൂർ ശക്തൻ നഗറിലെ ആകാശപാതയിൽ സൌരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കണമെന്നും കോർപ്പറേഷൻ സ്റ്റേഡിയം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. തൃശൂർ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളെ രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ സ്ഥലം മാറ്റുന്നത് അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് TR ഹിരൺ ആവശ്യപ്പെട്ടു. ലാലൂർ ക്രിമിറ്റോറിയ പ്രവർത്തനക്ഷമമാക്കണമെന്നും നഗരത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കൌൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. മണ്ണുത്തിയിൽ 23.82 ഗ്രാം MDMAയുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. നെല്ലിക്കുന്ന് സ്വദേശി ചാലിശ്ശേരി വീട്ടിൽ പ്രവീണാണ് പിടിയിലായത്. വിപണിയിൽ 1.5 ലക്ഷം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ VJ റോയ്, എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ AB പ്രസാദ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ N സുദർശനകുമാർ തുടങ്ങിയവർ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു.
എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ കാട്ടുപന്നിയിടിച്ച് പിക്കപ്പ് വാഹനം പാടശേഖരത്തിലേക്ക് മറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്കേറ്റു. കറകപത്തൂർ, ചാത്തന്നൂർ, ഒഴുവത്ര, ആലിക്കൽ വീട്ടിൽ പ്രമോദ് കുമാർ, ഭാര്യ പ്രഭിത എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കുട്ടഞ്ചേരി പാടശേഖരത്തിൽ നിന്നും പാഞ്ഞുവന്ന കാട്ടുപന്നി പിക്കപ്പ് വാഹനത്തിന്റെ ഡ്രൈവർ ക്യാബിൻ ഭാഗത്ത് ഇടിക്കുകയായിരുന്നു. ഇടിയെ തുടർന്ന് വാഹനം റോഡിൽ നിന്നും താഴ്ചയുള്ള പാടത്തേക്ക് മറിഞ്ഞു. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് രണ്ടുപേരെയും രക്ഷപ്പെടുത്തിയത്. അപകടത്തിൽ കാട്ടുപന്നി ചത്തു. എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ച് പന്നിയെ സംസ്കരിച്ചു. ഈ കാട്ടുപന്നി ശല്യം എന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. രാത്രിയും പകലും എന്ന് പറഞ്ഞ പോലെയാണ് പന്നികൾ ഓടി നടക്കുന്നത്. അത് കാരണം കൊണ്ട് നമുക്ക് റോട്ടിൽ കൂടെ പോലും ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാൻ തന്നെ പറ്റാത്തൊരു അവസ്ഥയാണ്. പിന്നെ കൃഷിയാണെന്നുണ്ടെങ്കിൽ ഒരു കൃഷി ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്നലെ ഇപ്പോൾ ഈ ചേട്ടൻ രാത്രിയിൽ വൈഫ് ഹൗസ് എന്ന് പറഞ്ഞ ഈ ചേട്ടനായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ രാത്രിയിൽ നിന്നിട്ട് സൗണ്ട് കേട്ടിട്ട് ഓടി വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് നമ്മളൊക്കെ തന്നെയാണ് ഫസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. അടുത്തുള്ളവരൊക്കെ അടുത്താണ് വീട്. അപ്പം ഇതേപോലെ പല പ്രാവശ്യം ഇവിടെ ബൈക്കൊക്കെ ആക്സിഡന്റ് ആയിട്ട് വീഴാറുണ്ട്. പക്ഷെ അത്ര കാര്യമായിട്ടൊന്നും പറ്റാറില്ല. ഇന്നലെ ഇപ്പോൾ വലിയൊരു പന്നിയാണ്. അത് നിത്യം ഇവിടെ ഭയങ്കര ഭീഷണിയാണ് ആ പന്നിയെ കൊണ്ട്. അതുപോലെ തന്നെ പല ഇഷ്ടംപോലെ വണ്ടികളും കാര്യങ്ങളും കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുകയാണ്. അപ്പോൾ അതിന്റെ വേണ്ടപ്പെട്ട അധികാരികൾ അതിന്റെ വേണ്ടപ്പെട്ട മെയിൻ നല്ല എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യം. ചാലക്കുടി നായരങ്ങാടിയിൽ കാണാതായ പെയിന്റിംഗ് തൊഴിലാളിയുടെ മൃതദേഹം പാറമടയിൽ കണ്ടെത്തി. കോടശ്ശേരി നായരങ്ങാടി പോത്തിങ്കൽ വീട്ടിൽ വേലായുധന്റെ മകൻ 50 വയസ്സുള്ള ഷൈജുവാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി വീട്ടിൽ നിന്നും സ്കൂട്ടറിൽ പോയ ഷൈജുവിനെ ഏറെ വൈകിട്ടും കാണാതായപ്പോൾ വീട്ടുകാർ ചാലക്കുടി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പലയിടത്തും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ചൊവ്വാഴ്ച രാവിലെ നായരങ്ങാടിയിലെ പ്രവർത്തനം നിലച്ചുകിടക്കുന്ന കരിങ്കൽ ക്വാറിക്ക് സമീപം ഷൈജുവിന്റെ സ്കൂട്ടറും മൊബൈൽ ഫോണും കണ്ടതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അഞ്ചേരിയിൽ 35 അടി താഴ്ചയുള്ള കിണറ്റിൽ വീണയാളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ഒല്ലൂർ സ്വദേശി കരവഞ്ഞൂർക്കാരൻ വീട്ടിൽ കൃഷ്ണനെയാണ് രക്ഷപ്പെടുത്തിയത്. അഴകത്തുമാരത്ത് വീട്ടിൽ കൊച്ചനേന്റെ പറമ്പിലെ ആൾമറയില്ലാത്ത കിണറ്റിലാണ് വീണത്. ഫയർ റെസ്ക്യൂ ഓഫീസർ രമേശ്, സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ അജിത് കുമാർ, ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ പി പ്രമോദ്, എം കൃഷ്ണപ്രസാദ്, ജി ആദർശ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ലോകസമാധാനത്തിന് മേൽ അശാന്തി പരത്തി 4ാം നാളും യുദ്ധം തുടരുകയാണ്. ഇറാന്റെ ആക്രമണങ്ങൾക്ക് കടുത്ത രീതിയിൽ പ്രതിരോധവും പ്രത്യാക്രമണവും നടത്തിയാണ് ഇസ്രായേലും അമേരിക്കയും തിരിച്ചടിക്കുന്നത്. ഇതോടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. 4ാം നാളും മധ്യപൂർവ്വം അശാന്തം. റിയാദിലെ US എംബസിക്ക് നേരെ ആക്രമണമുണ്ടായി. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ ആക്രമണം നടത്തി. ഇറാന്റെ 8 ഡ്രോണുകൾ തകർത്തതായി പ്രതിരോധ സേന അറിയിച്ചു. യുദ്ധ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു. വിലക്ക് ലംഘിച്ച് കപ്പലുകൾ എത്തിയാൽ ആക്രമിക്കും എന്ന മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ്. ഇതോടെ ഇതുവഴിയുള്ള ചരക്ക് നീക്കം നിലച്ച മട്ടാണ്. അതേസമയം നെടുമ്പാശ്ശേരിയിൽ നിന്ന് മസ്കറ്റിലേക്കുള്ള വിമാന സർവീസ് ആരംഭിച്ചു. ഒമാൻ എയറിന്റെ വിമാനങ്ങളാണ് സർവീസ് നടത്തുക. എന്നാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല. ഗൾഫിലെ CBSE പരീക്ഷകൾ മാറ്റി. വ്യാഴം, വെള്ളി ദിവസങ്ങളിലെ 10, 12 ക്ലാസുകളിലെ പരീക്ഷകളാണ് മാറ്റിയത്. പശ്ചിമേഷ്യയിലെ യുദ്ധം രൂക്ഷമായതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. തിങ്കളാഴ്ച രാവിലെ ക്രൂഡ് വില 7% ഉയർന്ന് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇറാൻ, US, ഇസ്രായേൽ സൈനിക ആക്രമണങ്ങളെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന ഭയത്തെ തുടർന്നാണ് ക്രൂഡ് വില കുതിച്ചുയർന്നത്. USഉം ഇസ്രായേലും തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയുമായി ഇറാൻ ഗൾഫിലുടനീളം ആക്രമണം തുടരുകയാണ്. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബുവിന് നേരെ മർദ്ദനം. CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണമെന്ന് സാബു. മർദ്ദനമേറ്റ സാബുവിനെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുകയാണ്. അഭിജിത്ത്, എന്താണ് സംഭവിച്ചത്? ഇത്തരം ഒരു മർദ്ദനത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം എന്താണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ?
റിയ, ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ മർദ്ദനത്തിലേക്ക് എത്തിയത് കാര്യങ്ങൾ. എന്തായാലും കഴിഞ്ഞ ദിവസം കോളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA സാബുവിനെതിരെ സാമ്പത്തിക ആരോപണങ്ങളുമായി കുടുംബാംഗങ്ങൾ തന്നെ രംഗത്തെത്തിയിരുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ അമ്മയുടെ സഹോദരന്റെ മകനും ഭാര്യയുമാണ് ഇദ്ദേഹത്തിനെതിരെ സാമ്പത്തിക ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ഇതിന് ലക്ഷങ്ങൾ തങ്ങൾക്ക് തരാനുണ്ടെന്നും ഇത് തരുന്നില്ല എന്നും ഇതിന് പിന്നാലെ നൽകിയ ചെക്കുകളെല്ലാം മടങ്ങുകയും ഇതിന്റെ പേരിൽ വിയ്യൂർ പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി നൽകുകയും ചെയ്തു. ഇത് പിന്നീട് അവര് കോലരി പഞ്ചായത്തിന്റെ മുൻപിൽ എത്തി പ്രതിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. ഇതാണ് പിന്നീട് CPM ലോക്കൽ സെക്രട്ടറിയായ വികാസ് രാജിന്റെ നേതൃത്വത്തിൽ ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണവും ഒപ്പം തന്നെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിനുള്ള അവസരവുമാക്കി മാറ്റി എന്നാണ് ഇന്നലെ ഇതിന് പിന്നാലെ പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു തൃശ്ശൂരിൽ വാർത്താ സമ്മേളനത്തിലൂടെ ആരോപിച്ചത്. ഒപ്പം ഔസേപ്പ്, അതായത് സഹോദരൻ സാമ്പത്തിക ആരോപണം ഉന്നയിച്ച ഔസേപ്പും ഭാര്യ ലീനയുടെയും ക്കുമെതിരെയും ചില ആരോപണങ്ങൾ അവർ ഉന്നയിക്കുകയുണ്ടായി. അവരുടെ മകന് താൽക്കാലികമായി ഈ സാബു പഞ്ചായത്തിൽ മേടിച്ചിരുന്ന ജോലിയിൽ നിന്നും സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പുറത്താക്കിയതിന്റെ വൈരാഗ്യവും അവർക്കുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇത് തീർത്തും കുടുംബ പ്രശ്നമാണ്. അത് പരിഹരിക്കുന്നതിന് പകരം ഇത് CPM അതിനെ രാഷ്ട്രീയ ലാക്കോടെ സാബുവിനെതിരെ ഒരു രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള അവസരമാക്കി മാറ്റി എന്നാണ് ഇപ്പോൾ സാബു ഉന്നയിച്ചത്. വാർത്താ സമ്മേളനം നടത്തിയെന്ന് ആരോപിച്ച് തനിക്കെതിരെ ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ തന്റെ ക്യാബിനിലേക്ക് കയറുന്നതിനിടെ ഇത്തരത്തിൽ ലോക്കൽ സെക്രട്ടറിയുടെയും ഈ ഔസേപ്പിന്റെ ഭാര്യ ലീനയുടെയും നേതൃത്വത്തിൽ തനിക്കെതിരെ ആക്രമണം ഉണ്ടായതെന്നാണ് ഇപ്പോൾ സാബു നമ്മളോട് പറഞ്ഞത്. തൃശ്ശൂർ കളക്ടറേറ്റിൽ നിന്ന് എൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ ഞാൻ പഞ്ചായത്തിൻ്റെ ഓഫീസ് വന്നിറങ്ങി. ഓഫീസിനുള്ളിൽ കടന്ന് ഞാൻ എൻ്റെ ക്യാബിനിലേക്ക് കിടക്കണമ്പോൾ CPMന്റെ ലോക്കൽ സെക്രട്ടറിയും ലീന എന്ന് പറഞ്ഞ പെണ്ണും കൂടി വന്ന്, ലോക്കൽ സെക്രട്ടറി നീ ഞങ്ങൾക്കെതിരെ പത്രസമ്മേളനം വിളിക്കണടാന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ ചവിട്ടാൻ എൻ്റെ കടവയറ്റില്. അത് കഴിഞ്ഞിട്ട് ഇരുമ്പോടി കൊണ്ട് അവര് കയ്യിലൊരു ബാനർ ചുരുട്ടിയ ഒരു ഇരുമ്പോടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ തലപിടിച്ച് ഞാൻ ഓടി മാറി. ഞാൻ അയ്യോ എന്നെ കൊല്ലാൻ വരണേന്ന് ഓടി. അപ്പോഴേക്ക് എന്നെ നെഞ്ചത്ത് കിട്ടി. ഇനി രണ്ടുപേരും കൂടി എന്നെ പൊതിനോട് തല്ലി. അപ്പോഴേക്കും എന്റെ മെമ്പർമാരും ജീവനക്കാരൊക്കെ ഓടി വന്നപ്പോ ഒരു മാറിപ്പോയി. ഇലക്ഷന് മുമ്പ് തന്നെ എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. CPMന്റെ കയ്യിൽ നിന്ന് പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു വന്നു തുടങ്ങി ഇവരെ എനിക്കെതിരെ എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിന് വടക്കാഞ്ചേരി MLA സേവർ ചിറ്റപ്പിള്ളിയുടെ എല്ലാ ഒത്താശയുണ്ട്. എന്റെ ബന്ധുക്കളുമായിട്ടുള്ള വിഷയം ഞാൻ കുടുംബത്തെ പറഞ്ഞു തീർക്കും. അതിന് അവരെ ചാട്ടുകാക്കി ഇത് വലിയൊരു സംഭവമാക്കി എന്നെ കരിവരുത്തേക്കാനുള്ള ശ്രമം നടക്കുന്നതിനെയാണ് ഞാൻ പത്രസമ്മേളനം നടത്തിയത്. അത് പറഞ്ഞിട്ടാണ് എന്നെ തല്ലിയത്. ഇതിന് പിന്നാലെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളായ KPCC ജനറൽ സെക്രട്ടറിമാർ, AICC ജനറൽ സെക്രട്ടറി അനിലക്കര ഉൾപ്പെടെയുള്ള നേതാക്കളും ഇദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ചു. ഒപ്പം തന്നെ ഇതിനെ CPMന്റെ തീർത്തും കുടുംബപരമായ ഒരു കാര്യത്തെ CPM രാഷ്ട്രീയവൽക്കരിക്കുന്നതും അത് തെരുവിലേക്ക് എത്തിക്കുന്നതിനുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അവർ വിമർശിച്ചത്. എന്തായാലും ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നതെന്നും അനിലക്കര പറയുകയുണ്ടായി. ഈ കോലഴി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം LDFന്റെ കയ്യിൽ നിന്നും സാബുവിന്റെ നേതൃത്വത്തിലാണ് കോലഴി പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത്. അതിനുശേഷം നിരന്തരമായ വിഷയങ്ങൾ സാബുവിനും പഞ്ചായത്തിലെ വനിതാ മെമ്പർമാർക്കെതിരെയും CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. അതിനകത്ത് പ്രത്യേകമായി നേതൃത്വം കൊടുക്കുന്നത് പഴയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വികാസ് രാജൻ എന്ന് പറഞ്ഞ ഒരാളാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഉണ്ടാവുന്നില്ല. പോലീസ് ആരുടെയൊക്കെ വാക്ക് കേട്ട് അക്രമികളെ സംരക്ഷിക്കുന്ന ഏകപക്ഷീയമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ അടിയന്തരമായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നേതൃത്വത്തിൽ യോഗങ്ങൾ ചേർന്ന് അവിടുത്തെ പഞ്ചായത്തിലെ വിഷയങ്ങൾ, രാഷ്ട്രീയമായ വിഷയങ്ങളൊക്കെ വിലയിരുത്തി അടുത്ത നടപടികൾക്ക് ഞങ്ങൾ പോകും. എന്തായാലും ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിയത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഇപ്പോൾ ഇടവരുത്തിയിട്ടുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇരു കൂട്ടരുടെയും തീരുമാനം. അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബുവിന് നേരെയാണ് മർദ്ദനമുണ്ടായത്. വ്യക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ അവരുടെ ഭാഗത്തുനിന്നും കേട്ടത്. മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രത്തിലെ അഗ്നിബാധയുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണറോട് ഡെപ്യൂട്ടി കളക്ടറോടും ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ടു വീലേഴ്സ് അസോസിയേഷൻ കളക്ടർക്ക് നൽകിയ പരാതിയിലാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. സംഭവം നടന്ന് ഒരു മാസം പിന്നിട്ടിട്ടും നഷ്ടപരിഹാര തുക ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടിയുണ്ടാകാത്തതിനെ തുടർന്നാണ് അസോസിയേഷൻ കളക്ടർക്ക് പരാതി നൽകിയത്.
കഴിഞ്ഞ ജനുവരി 4-നുണ്ടായ അഗ്നിബാധയിൽ 300ഓളം ഇരുചക്ര വാഹനങ്ങളാണ് കത്തിനശിച്ചത്. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. VP സിംഗ് മന്ത്രിസഭയിൽ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. ഗൾഫ് യുദ്ധകാലത്ത് മലയാളികളെ മടക്കിക്കൊണ്ടുവരുവാൻ മുൻകൈയെടുത്തത് ഉണ്ണികൃഷ്ണനായിരുന്നു. നീണ്ട 25 വർഷമാണ് അദ്ദേഹം പാർലമെന്റിൽ വടകരയെ പ്രതിനിധീകരിച്ചത്. സംസ്കാരം നാളെ രാവിലെ നടക്കും. ആധുനികതയുടെ കടന്നുകയറ്റത്തിലും മാറാത്ത ചിട്ടകളാണ് ഗുരുവായൂർ ക്ഷേത്രോത്സവ പാരമ്പര്യത്തിന് പകിട്ടേകുന്നത്. ഇതിൽ പ്രധാനമാണ് ഉത്സവകാലത്തെ മുഖ്യ ആകർഷകമായ പ്രസാദ ഊട്ട്. ഉത്സവക്കഞ്ഞി കുടിക്കാൻ ഇന്നും പ്ലാവിലക്കുമ്പിൾ തന്നെ വേണം. ഈ കുമ്പിളുകൾ തയ്യാറാക്കി നൽകാനുള്ള പാരമ്പര്യാവകാശം പതിറ്റാണ്ടുകളായി കാത്തുസൂക്ഷിക്കുകയാണ് മൂത്തേടത്ത് കുടുംബം. പാളപ്ലേറ്റിൽ കഞ്ഞിയും പുഴുക്കുമാണ് ഉത്സവ സമയത്തെ 9 ദിവസം രാവിലെയുള്ള പ്രസാദ ഊട്ട്. 6 പതിറ്റാണ്ടായി മൂത്തേടത്ത് നാരായണൻ നായരും കുടുംബവുമാണ് പ്ലാവിലക്കുമ്പിൾ തയ്യാറാക്കി നൽകിയിരുന്നത്. ഇദ്ദേഹത്തിന്റെ മരണശേഷം മകൻ രാമചന്ദ്രൻ അച്ഛന്റെ പാത പിന്തുടർന്നു. 6 വർഷം മുൻപ് രാമചന്ദ്രൻ മരിച്ചതോടെ അവകാശം മകൻ രഘുവിലെത്തി. ഏകദേശം ഒരു ദിവസം 20,000 പ്ലാവിലെങ്കിലും നമുക്ക് വേണ്ടിവരും. ഈ കഞ്ഞി കുടിക്കുന്നതിന് വേണ്ടി പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നാണ് പാളയും അതേപോലെ തന്നെ പ്ലാവിലയും. ആ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും ഗുരുവായൂര് നടന്നുകൊണ്ടിരിക്കുന്നത്. നാരായണൻ നായരോടൊപ്പം വളരെ ചെറുപ്പത്തിലെ പ്ലാവിലക്കുമ്പിൾ തയ്യാറാക്കി ക്ഷേത്രത്തിലേക്ക് നൽകിയിരുന്നുവെന്ന മകൾ നളിനി പറഞ്ഞു. ഞാൻ ചെറുപ്പം തൊട്ട് ഒരു 10 വയസ്സുള്ളപ്പോ തൊട്ട് അച്ഛന്റെ കൂടെ നടന്ന എല്ലാ ചെയ്തിരുന്നാണ് ഏട്ടനും കൂടി. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനും ഏട്ടനും കൂടിയാണ് 28 കൊല്ലത്തോളം ഞങ്ങൾ ചെയ്തു. ഇപ്പൊ ഏട്ടന്റെ മോൻ രഘുവും ഞാനും എന്റെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും എല്ലാവരും കൂടി ഇത് പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ അമ്പലത്തിലെ പ്രവൃത്തി. രഘുവിന്റെ നേതൃത്വത്തിൽ 15ഓളം പേരാണ് ഈ പുണ്യകർമ്മത്തിൽ വ്യാപൃതരായിരിക്കുന്നത്. ഇവർക്കൊപ്പം ഭക്തരും സഹായത്തിനുണ്ടാകും. പുലർച്ചെ 5 മണിയോടെ ആരംഭിക്കുന്ന ജോലികൾ 3 മണിയാകും അവസാനിക്കാൻ. പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ ഗ്രാമപ്രദക്ഷിണത്തിനിറങ്ങുന്ന ഭഗവാനു മുന്നിൽ പന്തം പിടിക്കുന്നതും ദീപസ്തംഭങ്ങളും ചിരാതുകളും തെളിയിക്കുന്നതും ഇവരുടെ അവകാശമാണ്. ആദ്യകാലത്ത് ഇവരാണ് പാള കുത്തി നൽകിയിരുന്നത്. പാളപ്ലേറ്റ് വിപണി കൈയടക്കിയതോടെ അവകാശം പ്ലാവിലക്കുമ്പിളിൽ ഒതുങ്ങി. ഇതിനാവശ്യമായ ഈർക്കിലി കഴുകി ഉണക്കി സൂക്ഷിക്കുകയാണ് പതിവ്. ആറാട്ട് കഴിഞ്ഞ് ഉത്സവ കൊടിയിറങ്ങുന്നതോടെ ഇവർ അടുത്ത വർഷത്തേക്കുള്ള ഈർക്കിൽ തയ്യാറാക്കി തുടങ്ങും. TCV ന്യൂസ്, ഗുരുവായൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാറിൽ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. വികസന സെമിനാർ VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷയായി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ധന്യ ദേവദാസ് കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കുടിയൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സെലിൻ ജെയിംസ്, പോൾസൺ കൊടിയൻ, അനമനട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PD ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം തണൽ ഭവന പദ്ധതിയുടെ ഭാഗമായുള്ള സ്വപ്ന ഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം MLA NK അക്ബർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന ജോർജ്, പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു, NSS തൃശൂർ ജില്ലാ കൺവീനർ പ്രതീഷ്, തണൽ ഭവന കൺവീനർ ER രേഖ, ഗുരുവായൂർ ക്ലസ്റ്റർ കൺവീനർ സുഭാഷ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ ALP സ്കൂളിലെ വാർഷികാഘോഷം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പറപ്പുക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ മോഹൻ സിതാര, പറപ്പുക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A രാജീവ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K രാജേഷ്, പ്രധാന അധ്യാപിക PM ജിൻസ, മാനേജർ T രമേഷ് കുമാർ, PTA പ്രസിഡന്റ് KV ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു.
മണലൂർ നിയോജക മണ്ഡലത്തിലെ ചിറ്റാറ്റുകരയിൽ ടി.എൻ. പ്രതാപൻ വാടകയ്ക്ക് വീടെടുത്ത് താമസം ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂരിൽ യു.ഡി.എഫിന് വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചിറ്റാറ്റുകരയിലേക്ക് താമസം മാറ്റിയത്. മണ്ഡലത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി ആരെ പ്രഖ്യാപിച്ചാലും അവർക്കു വേണ്ടി പ്രവർത്തിക്കുമെന്ന് ടി.എൻ. പ്രതാപൻ വ്യക്തമാക്കി. ഫാദർ ജെയിംസ് വടുക്കൂട്ട്, പി.കെ. ഇബ്രാഹിം മുസ്ലിയാർ, തുവാരെ രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രാർത്ഥനയോടെയാണ് ഗൃഹപ്രവേശന ചടങ്ങുകൾ നടന്നത്. യു.ഡി.എഫിന്റെ പ്രമുഖ നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തായ്ക്കൊണ്ടോ ഇന്റർ കോളേജ് മത്സരത്തിൽ വെള്ളറക്കാട് സ്വദേശി ജിഫ്രിൻ ഖാദർ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി മത്സരത്തിലേക്ക് യോഗ്യത നേടി. കോഴിക്കോട് ശ്രീ ഗുരുവായൂരപ്പൻ കോളേജിലെ 2ാം വർഷ BBA വിദ്യാർത്ഥിയാണ്. വെള്ളറക്കാട് പാറയ്ക്കൽ ജമാൽ ആബിദ ദമ്പതികളുടെ മകനാണ് ജിഫ്രിൻ ഖാദർ. രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ കടന്നു കയറുകയും രാഷ്ട്രത്തലവന്മാരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന അമേരിക്കൻ ഇസ്രയേൽ ഭീകരത ലോകത്തിന്റെ സമാധാനം തകർക്കുന്നതിനെതിരെ SDPI മണലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. പാവറട്ടി സെന്ററിൽ നടന്ന പ്രതിഷേധ മാർച്ച് മണ്ഡലം സെക്രട്ടറി RV ഷഫീർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹസൻ മരൂട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. ഷംസുദ്ദീൻ ചൊവ്വലൂർപ്പടി, ഹബീബ് ഇബ്രാഹിം, നസീബ് കൂരിക്കാട് തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. പാവറട്ടി തജ്നീദ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാനവ സൌഹൃദ ഇഫ്താർ സംഗമം നടത്തി. മരതയൂർ AMLP സ്കൂളിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള നിരവധി പേർ പങ്കെടുത്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ MK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തജ്നീദ് ക്ലബ്ബ് പ്രസിഡന്റ് നിസാർ മരതയൂർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അഫ്സൽ പാലുവായ്, ഡോക്ടർ VR അനീഷ്, പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സുഹറാബി ഹമീദ്, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് BM മുഹമ്മദ് ഗസാലി, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നസീമ ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി, പാർപ്പിടം, മാലിന്യ സംസ്കരണം, കുടിവെള്ളം എന്നിവയ്ക്ക് ഊന്നൽ നൽകി എടത്തിരുത്തി പഞ്ചായത്ത് ബജറ്റ് 45,96,52,094 രൂപ വരവും 45,53,17,000 രൂപ ചിലവും 43,35,094 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ നൌമി പ്രസാദ്, KK അജിത കുമാരി, ഐഷാബി മുഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മാള പുത്തൻചിറയിൽ നിന്ന് കാണാതായ വയോധികനെ കൊമ്പത്തുകടവിൽ കണ്ടൽക്കാടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മേക്കാട്ടുപറമ്പിൽ 76 വയസ്സുള്ള തോമസ് ആണ് മരിച്ചത്. ഫെബ്രുവരി 7-നാണ് ഇയാളെ കാണാതായത്. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ NREG വർക്കേഴ്സ് യൂണിയൻ താന്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്മാപ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR പ്രജിത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MV മുകേഷ്, സിജോ പുലിക്കോട്ടിൽ, രതി സുരേന്ദ്രൻ, OS അഷറഫ് തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. കേരളത്തിലത് 19 ലക്ഷത്തോളം പേരാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന സാധാരണ. പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കലാജാഥയുമായി പര്യടനം നടത്തി. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് കലാജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് MK ഹബീബ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിനിത കബീർ, പഞ്ചായത്ത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ CV സുഭാഷ്, അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഇൻചാർജ് H ഹബി, ഹെഡ്മിസ്ട്രസ് VC ബോസ് തുടങ്ങിയവർ കലാജാഥയ്ക്ക് നേതൃത്വം നൽകി. ഇവിടെ കാണാനില്ലല്ലോ. എവിടെ എവിടെ പോയിരിക്കുക ഈ പെണ്ണ്? ഇവിടെയൊക്കെ നോക്കിയിട്ടും കാണുന്നില്ലല്ലോ. ഞാനിനി എന്ത് പറയും എന്റെ ഭഗവാനെ? ഇവിടെ ഒന്നുമില്ലല്ലോ.
സജിതേ, ഓ ഈ പെണ്ണ് എവിടെ പോയി കിടക്കുക? കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 ഒരു നാടും. വടക്കാഞ്ചേരി ശിഹാബ് തങ്ങൾ കാരുണ്യ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റമദാൻ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. IUML ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഇല്ലിക്കോട്ടിൽ പ്രകാശന്റെ ഭവനത്തിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് PU വീരാൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഭക്ഷ്യക്കിറ്റ് വിതരണം KK ഹംസക്കുട്ടി നിർവഹിച്ചു. SAA ആസാദ്, ജോയൽ മന്നില, സെലക്ട് മുഹമ്മദ്, ഇബ്രാഹിം അൻവരി, പ്രകാശൻ ഇല്ലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ യുദ്ധവിരുദ്ധ റാലിയും സെമിനാറും നടന്നു. പ്രധാന അധ്യാപിക KS ജെൻസി റാലി ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ അമ്പിളി പീറ്റർ യുദ്ധവിരുദ്ധ സന്ദേശം നൽകി. അധ്യാപകരായ PJ ജിൻസി, ജിംഷ ഇട്ടൂപ്പ്, വിദ്യാർത്ഥികളായ അന്ന T ഷിജു, ജെവീന വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺകുട്ടികൾക്കായി സൌജന്യ സൈക്കിൾ വിതരണവും വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റ് വിതരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ എൻഡോമെന്റ് വിതരണം, സൈക്കിളുകളുടെ താക്കോല് കൈമാറ്റവും നിർവഹിച്ചു. പ്രധാന അധ്യാപിക ടെസി റോസ് മുണ്ടശ്ശേരി, PTA വൈസ് പ്രസിഡന്റ് സുനിത സുനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായി പാവറട്ടിയിൽ നടന്ന കലാസന്ധ്യയും പൊതുസമ്മേളനവും എഴുത്തുകാരൻ ജയരാജ് മിത്ര ഉദ്ഘാടനം ചെയ്തു. ചോമായമംഗലത്ത് മന രഞ്ജിത്ത് തിരുമേനി സമ്മേളനത്തിൽ അധ്യക്ഷനായി. രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ ബൌദ്ധിക് പ്രമുഖ് AR രാജീവ്, സേവാഭാരതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ അനുപമ ശ്രീനിവാസൻ, സതീശൻ കോരിശ്ശേരി, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. വെയിലേറ്റവർക്കും തണൽ പാകിയവർക്കും പറപ്പൂരിലെ പറവകളുടെ ആദരം. പറപ്പൂർ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നിസ്വാർത്ഥ സേവനങ്ങളെയാണ് പറവകൾ ആദരിച്ചത്. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, ഫാദർ പോൾ തേക്കാനത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PK പ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CT ജെയിംസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PU ലിൻസൺ തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപകനായ സാൻഡി ഡേവിസിന്റെ നേതൃത്വത്തിലായിരുന്നു പറവകളുടെ ആദരണ ചടങ്ങ് നടന്നത്. ആദരണ ചടങ്ങിന് ശേഷം പറവകൾ പകൽ വീട്ടിലെ അന്തേവാസികൾക്ക് വിഭവസമൃദ്ധമായ സദ്യയും നൽകി. വാഴച്ചാൽ കാടർ ഉന്നതിയിലെ വീട്ടിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. കാടർ വർഗീസിന്റെ വീടിനകത്തുനിന്നാണ് 18 അടി നീളമുള്ള പാമ്പിനെ പിടികൂടിയത്. RRT അംഗങ്ങളാണ് പാമ്പിനെ പിടികൂടി ഉൾക്കാട്ടിലേക്ക് വിട്ടയച്ചത്. കേരള കാർഷിക സർവകലാശാല ബിരുദ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗ്രാമ സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി വെങ്കിടങ്ങ് പഞ്ചായത്തിൽ കർഷകർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രൊഫസർമാരായ ഡോക്ടർ ER അനീന, ഡോക്ടർ V അൻസബ തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. FPOയിലുള്ള ആലോചിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു മേഖല തെരഞ്ഞെടുത്ത് നിങ്ങൾ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച പ്രിൻസിപ്പൽ ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രബിത ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർ ആനി, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ, MPTA പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ, പ്രിൻസിപ്പൽ ഷീജ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ചോദിക്കുമ്പോൾ ഒരു ഷാറൂല്ലാണ്ട് പക്ഷെ ഈ സ്കൂളിൽ മാത്രമായിരിക്കാം ഫണ്ടിന്റെ എന്റെ പ്രിയ കുട്ടികൾ നടക്കാൻ പോകുന്നത്. പ്രസിഡന്റ് ഈ പരിപാടിയുടെ ആവശ്യപ്പെട്ടതിന് ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,585 രൂപ, പവന് 1,24,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Golden Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശ്രീനാരായണപുരത്ത് കാന നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞു വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി മുഹമ്മദ് മൊഹാബുൽ ഇസ്ലാമാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ BJP കൌൺസിലർമാരുടെ പ്രതിഷേധം. നഗരത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കുടങ്ങളുമായി എത്തിയായിരുന്നു പ്രതിഷേധം. മണ്ണുത്തിയിൽ MDMAയുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. നെല്ലിക്കുന്ന് സ്വദേശി പ്രവീണാണ് പിടിയിലായത്. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ കാട്ടുപന്നിയിടിച്ച് പിക്കപ്പ് വാഹനം പാടശേഖരത്തിലേക്ക് മറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്കേറ്റു. ചാത്തന്നൂർ ഒഴുവത്ര പ്രമോദ് കുമാർ, ഭാര്യ പ്രവിത എന്നിവർക്കാണ് പരിക്കേറ്റത്. ചാലക്കുടി ചൌക്ക നായരങ്ങാടിയിൽ കരിങ്കൽക്വാറിയിൽ കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. അഞ്ചേരിയിൽ 35 അടി താഴ്ചയുള്ള കിണറ്റിൽ വീണയാളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ലോക സമാധാനത്തിന് മേൽ അശാന്തി പരത്തി 4ാം നാളും യുദ്ധം തുടരുന്നു. കടലിടുക്കടച്ച് ഇറാൻ. അമേരിക്കൻ എംബസിക്ക് നേരെയും ആക്രമണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.